ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ ഞണ്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഞണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൈസായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു പീസ് പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്, അത് അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ പഴുത്ത തക്കാളിയാണ്, ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരണം. തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ സിമ്മിലാണ് ഉള്ളത്. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും സിമ്മിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും. പൊടികൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അധികമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സവാള വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഞണ്ടൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.